ഹലോ ചങ്കുകളെ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് റമദാൻ ഡേ ആണ്, നോമ്പിൻ്റെ ദിവസം. നമ്മുടെ വിശേഷപ്പെട്ട ദിവസമാണ് ഇത്. ഇന്ന് 2:30 മണിയായപ്പോൾ തന്നെ ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റ്. അപ്പോൾ അത്താഴം കൊട്ടി വന്ന് തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും മുടങ്ങാറില്ല. കാരണം തലേന്ന് തന്നെ നിയ്യത്ത് ചെയ്ത് കിടന്നതുകൊണ്ട് എപ്പോഴായിരുന്നാലും ഞാൻ ആ സമയമാകുമ്പോൾ കണ്ണ് തുറക്കും. അപ്പോൾ തഹജ്ജുദ് നമസ്കരിക്കാനായിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ നമസ്കാരം കൊണ്ട്. കാരണം ഞാൻ ഒരു കാലത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ കരഞ്ഞിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മുന്നേ. കുറേ പരീക്ഷണങ്ങൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ നമസ്കാരം കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചിരുന്നത്. കാരണം ഖുർആൻ ഓതുന്നത്, നമസ്കാരം ഒന്നും ഞാൻ പണ്ട് മുതലേ ഞാൻ അതൊന്നും മുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ നമസ്കാരം കൊണ്ട് ഞാൻ ഇത്രത്തോളം എത്തിയത്. കാരണം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്യാനൊരു ശക്തി എനിക്ക് തന്നിട്ടുള്ള ഈ നമസ്കാരം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമസ്കരിച്ച് കഴിഞ്ഞ് ഇരുന്നപ്പോൾ എൻ്റെ മോൻ അങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കാറില്ല, ബാക്കിയൊക്കെ നമസ്കരിക്കും. ഇന്നത്തെ ദിവസം തഹജ്ജുദ് നമസ്കരിക്കാൻ വന്ന് പിന്നെ ഞാൻ കുറച്ച് ഖുർആനൊക്കെ കുറച്ച് ഓതിയിട്ടൊക്കെ ഇരുന്നപ്പോൾ പിന്നെ മനസ്സിനൊക്കെ ഒരു ശാന്തതയും ഒരു സമാധാനം ഉണ്ടാവും നമുക്ക് ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞാൽ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം നമുക്ക് നോമ്പ് തുറയ്ക്കാൻ അത്യാവശ്യമായിട്ടുള്ളത് ഞാൻ തലേന്ന് തന്നെ എല്ലാം എഴുതി വെക്കും, ഇന്ന് ഓരോ ദിവസത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് നീർദോശയും മട്ടൻ കറിയാണ്. നീർദോശയ്ക്ക് തേങ്ങാപ്പാലെല്ലാം അടിച്ചൊക്കെ വെച്ച്, പിന്നെ സ്നാക്സായിട്ട് വേണ്ടത് നമ്മുടെ മുട്ട ബജിയും അതുപോലെ പഴംപൊരി, സ്പൈസി പഴംപൊരിയാണ്. മുട്ട ബജിക്ക് നമ്മളെപ്പോഴും പഴംപൊരി നമ്മളെപ്പോഴും സാധാരണ പഴംപൊരി കഴിച്ച് മടുത്തുകൊണ്ട് സ്പൈസി ആകേണ്ടത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ മുട്ട ബജിക്ക് നമ്മൾ മുട്ട വേവിച്ച് അതിൻ്റെ ഉണ്ണിയൊക്കെ എടുത്ത് മാറ്റി സെപ്പറേറ്റ് ആക്കി അതിനൊരു ഫില്ലിങ് തയ്യാറാക്കണമല്ലോ. അതുപോലെ സവാള ഇട്ട് പച്ചമുളക് ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ പെപ്പർ പൗഡർ, ഗരം മസാല, അതുപോലെ മല്ലിക്കീര, അതുപോലെ നമ്മുടെ കറിവേപ്പില, അത് ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഒരു നല്ലൊരു മണം വരും. ആ ഒരു ഫില്ലിങ്ങിന് നല്ല ഒരു മണം വരും മസാലയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഈ മുട്ടക്കൂട്ടിൽ ഈ മസാലയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിന് കടലമാവും, അരിപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും, കായപ്പൊടിയും, ഉപ്പൂടെ ചേർത്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി അതിന് ശേഷം നമ്മുടെ ഈ മുട്ടക്കൂട്ട് ഇതിൽ മുക്കി നല്ല ചൂടായ എണ്ണയിൽ പൊരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പഴംപൊരി വേണമല്ലോ. അപ്പോൾ പഴംപൊരിക്ക് പഴം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം മൈദാമാവ്, കടലമാവ്, അരിപ്പൊടി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, അതുപോലെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് അതുപോലെ തന്നെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന ഉണ്ടല്ലോ ഈ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്ത് കോരിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം പഴംപൊരിയും മുട്ട ബജിയുമാണ് നമുക്ക് സ്നാക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജ്യൂസ് വേണമല്ലോ. അപ്പോൾ ജ്യൂസിന് എന്താണ് വേണ്ടത്? സാധാരണ വാട്ടർ മെലനാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് അതില്ല, പൈനാപ്പിളേ ഉള്ളൂ. പൈനാപ്പിൾ എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അത് എൻ്റെ മകനും അത് തന്നെ അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി പെട്ടെന്ന് പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് നോക്കി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പഠിച്ചു. പൈനാപ്പിൾ കട്ട് ചെയ്ത് പെട്ടെന്ന് ജ്യൂസൊക്കെ റെഡിയാക്കി നമ്മൾ നോമ്പ് തുറയ്ക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി തയ്യാറായി. നമ്മളെ ബാങ്ക് വിളിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് വിശപ്പിൻ്റെ വിളി. ആ സമയത്ത് ഇപ്പോൾ ബാങ്ക് വെക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്